സർ വേഗം വരും. എടോ ജോമേഷേ, സാർ ഇവൻ ഇതെങ്ങോട്ടായി ഗേറ്റും ചാടി പോകുന്നേ? അയ്യോ സാറേ, ആകെ മെനക്കെടായല്ലോ. ഇന്നും ആ ജയന്തിയെ കാണാൻ പറ്റൂലല്ലോ. ഏത് ജയന്തി? ആ ചന്ദനപ്പൂവിലെ ജയന്തി. ഇതൊന്ന് തീർത്തിട്ട് വേഗം പോവാ സാറേ. വാ ചാട്. ഈ ടോർച്ച് ഒന്ന് പിടിയടേ. സർ ഈ മരത്തിന് ചവിട്ടിലാണ് കണ്ടത്. എവിടെയാടാ? നോക്കിയേ സാറേ, ഇവൻ നോർമൽ അല്ല. നീ എന്തുവാടേ കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തുണ്ടായിരുന്നെന്നാ നീ പറഞ്ഞേ? സർ ഇവിടെ ഒരു പെണ്ണിന്റെ തലയൊട്ടി ഉണ്ടായിരുന്നു. അല്ല, തലയോട്ടി കണ്ടപ്പോഴേക്ക് നീ ഉറപ്പിച്ചു അത് പെണ്ണിന്റെയാന്ന്. എന്നിട്ടിപ്പോ എവിടാടാ അത്? ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു സർ, ഞാനത് കണ്ടതാ. നിനക്കെന്താടാ തലയ്ക്ക് സുഖമില്ലേ? എവിടുന്നാടാ നീ? എന്താ നിന്റെ അഡ്രസ്? സർ ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ശരിക്കും നിന്നെ പിടിച്ച് അകത്തിടേണ്ടതാ. ആ സമയത്ത് വല്ലവന്റെയും വീടിനകത്ത് കയറി കുഴിച്ചു നോക്കിയിട്ട് പിച്ചു പേയ് പറയുന്നോടാ. സർ ഇവിടെ വേണ്ട സാറേ, വിട്ടുകളെ. ഇതൊരു തലയ്ക്ക് വെളിയില്ലാത്തവനാ. നമുക്ക് നേരമില്ല. ചന്ദനപ്പൂ ആടാ, കഞ്ചാവടിച്ച് കിറങ്ങിപ്പോയതാ വെളിവില്ലാത്തവന്മാർ. അങ്ങനൊരു സ്ഥലം ഒരിടത്തും ഉണ്ടാവില്ല. അത് വെറും ഒരു നോവലാണ്. എന്താ ഫ്രെഡി, എന്തൊക്കെയാ ഇത്? നീ ഇപ്പൊ ഈ രാത്രി എവിടെ പോയിട്ടാ വന്നത്? ഞാനെങ്ങോട്ട് പോവാനാ? എങ്ങും പോയില്ല. ആ വീട്ടിലെ മണ്ണ് നിന്റെ ഷോളിൽ എങ്ങനെ പറ്റി? ആ ബോഡി പാർട്സ് മാറ്റിയത് നീയല്ലേ? സോ യു ആർ നോഹ. നീ എന്താ ഈ പറയുന്നേ? ഏത് വീട്? എന്ത് പാർട്സ്? ഫ്രെഡി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് കള്ളം പറയണ്ട. നിന്റെ ചെരുപ്പിലും ഷോളിലും എന്റെ ദേഹത്തുള്ള അതേ മണ്ണാണ്. പറയടി, നീ അല്ലടി നോഹ?
പ്ലീസ് ടെൽ മീ വൈ. പറയാം. ബോഡി പാർട്സ് അവിടുന്ന് മാറ്റിയത് ഞാനാ. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ നോഹ ഞാനല്ല. Are you Noha? യെസ്, അകത്തേക്ക് വരൂ. ആദ്യം എന്നോടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അയാൾ എന്നോടെല്ലാം തുറന്ന് സമ്മതിച്ചു. സർ, ഐ എം എ ജേർണലിസ്റ്റ്. ആക്ച്വലി ഞാനിപ്പോൾ സാറിനെ കാണാൻ വന്നത് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാ. 2 ദിവസം മുമ്പ് ഞാൻ സാറിൻ്റെ ഒരു പുസ്തകം വായിച്ചിരുന്നു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. സോ ഈ പുസ്തകത്തെക്കുറിച്ചും സാറിനെ കുറിച്ചും ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു ബൈറ്റ് ചെയ്യാൻ വന്നതാ. അതിനെന്താ, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഈ ബുക്ക് സാർ തന്നെയാണോ പബ്ലിഷ് ചെയ്തത്? അതെ, ഒരു 4-5 വർഷമായി കാണും. ഈ വർക്ക് ഒരു പബ്ലിഷിംഗ് ഹൗസും അങ്ങോട്ട് ഏറ്റെടുത്തില്ല. പന്നന്മാര്. പിന്നെ ഞാൻ തന്നെ കുറച്ച് കോപ്പി അങ്ങ് പ്രിന്റ് ചെയ്തു. അതിലൊരു പുസ്തകമായത്. മറ്റെല്ലാം ഞാൻ തന്നെ ഈ പല ബുക്ക് സ്റ്റാളുകാരെ അങ്ങേപ്പിച്ചു. ഇങ്ങനൊരു പുസ്തകം എഴുതാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? പ്രത്യേകിച്ച് അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവനോ? അല്ല, അവനൊന്നും ഉദ്ദേശിച്ചത്. അപ്പോ വേറെ ആളാണോ ഇത് എഴുതിയത്? അല്ല, അതല്ല, എഴുതിയത് ഞാനല്ല. അയാളിൽ നിന്ന് സത്യം അറിയാൻ എനിക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ അയാളെല്ലാം തുറന്നു പറഞ്ഞു. ആരാണ് അയാൾ? അയാൾ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അവനായി പുസ്തകം എഴുതിയത്. ഫ്രെഡി, ഇറ്റ്സ് യു. നീയാ അതെഴുതിയത്? എങ്ങനെയെങ്കിലും ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിച്ച സമയത്ത് എൻ്റെ കയ്യിൽ അവൻ എഴുതിയ ഈ കയ്യെഴുത്ത് പ്രതി വന്നു പെട്ടത്. അയാളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? ഹീ ഈസ് റിക്കവറിങ്. ഓ, ബട്ട് ഐ ആം അഫ്രൈഡ് ഹീ ഈസ് സഫറിങ് ഫ്രം ഷോർട്ട് ടൈം മെമ്മറി ലോസ്. ഓഹോ. കഴിഞ്ഞ 2 വർഷക്കാലത്തുള്ള ഓർമ്മകൾ അയാളുടെ തലച്ചോറിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുക. ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം. ലെറ്റ് ഹിം സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ഇത് അയാളുടെ കേസ് ഫയലാണ്. ഇത് വായിച്ചു നോക്കിയപ്പോൾ ഐ ജസ്റ്റ് ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ആ, ഇത് തന്നെ. ഇത് അവൻ എഴുതിയതാണ്. പിന്നെ താൻ ഈ ചാർട്ട് ശ്രദ്ധിച്ചോ? ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ നമ്പറിലാണ്. 23. 23. എനിക്ക് തോന്നുന്നത് ഇയാൾ കപ്പോഫീനിയാണെന്നാണ്. പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഒരു പ്രത്യേക പാറ്റേണുമായി കണക്ട് ചെയ്യാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇയാൾ 23 എന്ന നമ്പറുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഞാൻ പണ്ടൊരു നോവലിൽ ഇതേക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. 1-2 സിനിമകളിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. എനിവേ, യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്.
ഒരു വീഴ്ചയിൽ തലച്ചോറിന് ക്ഷതം പറ്റി ഓർമ്മകൾ നശിച്ച് എൻ്റെ മുമ്പിലെത്തിയതാ ഇവൻ. തൻ്റേതൊരു ആത്മഹത്യാശ്രമമായിരുന്നു. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തു തന്നെ ആയാലും നീ അത് അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പെർമനൻ്റ് ഡിസീസൊന്നുമല്ല. ചിലപ്പോൾ നാളെ തന്നെ ശരിയാവാം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ. ഇതൊരു അനുഗ്രഹമായി കണ്ടാൽ മതി. താൻ മനഃപൂർവ്വം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ വീഴ്ചയിലൂടെ മറന്നത്. നീ എന്തായി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കില്ലേ അവളെ കൊന്നത്? ടെൻഷൻ ആവണ്ട. ഇക്കാര്യം നമുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നമുക്കിത് സൗകര്യപൂർവ്വം മറക്കാം. നീ വിളിച്ചതിന് ശേഷം രവിയങ്കിൾ എന്നെ വിളിച്ചിരുന്നു. നീ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചതെല്ലാം അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാ ഞാൻ ആ സ്ഥലത്തെത്തിയത്. ഇതൊന്നും നീ അറിയണ്ടെന്ന് വിചാരിച്ച മിയയുടെ ബോഡി പാർട്സ് ഞാൻ അവിടുന്ന് മാറ്റിയേ. ഇറ്റ്സ് ഓൺലി ടു സേവ് യു. പ്ലീസ് ബിലീവ് മീ ആൻ. എനിക്കാരെയും കൊല്ലാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? ഇതാ ഫ്രെഡി, നീ നിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോവൽ. അന്ന് നീ താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ അഡ്രസ്സും ഇതിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ പോയ രവിയങ്കിളുടെ ഫ്ലാറ്റിലാണ് ഞാൻ പണ്ട് താമസിച്ചിരുന്നത്. അന്ന് അങ്കിൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ആരോ ചാടി മരിച്ചെന്ന്. അതാരായിരിക്കും? There has to be a key to unlock my forgotten past.